സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ പൂർണ്ണ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അവസരം കിട്ടിയാൽ പരസ്പരം കടിച്ചു കീറുന്ന നേതാക്കളെ വിശ്വസിച്ച് UDF-ന് ഇനി മുന്നോട്ട് പോകാനാവില്ല. പ്രശ്നം തീർക്കാൻ നോക്കുന്ന ലീഗിനെ മുന്നണിയിൽ അവഗണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ സംവിധാനവുമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ സാധിക്കുകയില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ട് ഇടപെടണമെന്നും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ആവശ്യമുയർന്നിരിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഉടൻ അറിയിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ സംഘടനാ പ്രശ്നം പരിഹരിക്കാനാവുന്നില്ല എന്നുള്ളത് മുതിർന്ന ലീഗ് നേതാവ് ചൂണ്ടിക്കാട്ടുകയാണ്. KPCC പ്രസിഡന്റുമാരെ അടിക്കടി മാറ്റുകയാണ്. സണ്ണി ജോസഫ് എത്തിയിട്ടും മാറ്റം ഒന്നും തന്നെയില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ പോലും നേതൃത്വത്തിന് കഴിയുന്നുമില്ല. അയ്യപ്പ സംഗമം വിഷയത്തിൽ NSSും SNDPയും സർക്കാരിനൊപ്പം ചേർന്നത് വൻ തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസ് നേതാക്കളുമായി സമുദായ നേതാക്കൾ ചർച്ചയ്ക്ക് പോലും വഴങ്ങിയില്ല. ഇത് കാര്യങ്ങളെ ഗൗരവത്തിൽ സമീപിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. വടക്കൻ ജില്ലകളിൽ ഇടതുപക്ഷത്തിന് സ്വതവേ ശക്തിയുമുണ്ട്. സമുദായ സംഘടനകളുടെ നിലപാട് തെക്കൻ ജില്ലകളിലും സഹായകരം തന്നെയായിരിക്കും. ഈ സ്ഥിതിയിലേക്ക് തള്ളിവിട്ടത് നേതൃത്വത്തിന്റെ കഴിവുകേട് തന്നെയാണ്. കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് വേണമെന്നും യോഗത്തിൽ ആവശ്യമുയരുകയാണ്. MM ഹസനെ മാറ്റി അടൂർ പ്രകാശിനെ UDF കൺവീനർ ആക്കിയിട്ടും കാര്യമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. മുന്നണി യോഗം സമയത്തിന് ചേരുന്നുമില്ല. കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ ജില്ലകളിൽ റിബലുകളെ വെച്ച് ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സീറ്റുകളിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വിട്ടുനിൽക്കുകയും ചെയ്തു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം അടിയന്തരമായി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് വരണമെന്നുള്ളതാണ് ലീഗ് പറയുന്നത്. അതേസമയം സമസ്തയിലെ പ്രശ്നങ്ങളെ ഗൗരവമായി കാണേണ്ടതില്ല എന്നും ഇരു വിഭാഗവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത് പാർട്ടിയെ ബാധിക്കില്ല എന്നും മുസ്ലിം ലീഗ് ഭാരവാഹി യോഗത്തിൽ വിലയിരുത്തലുണ്ട്. പാർട്ടിയുടെ പരിപാടികൾക്കും ക്യാമ്പയിനുകൾക്കും അറബി തലക്കെട്ടുകൾ നൽകുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ചേർന്ന യോഗത്തിലാണ് ഈ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. പാർട്ടിയുടെ മതേതരത്വ സ്വഭാവത്തിന് കോട്ടം സംഭവിക്കാത്ത തരം തലക്കെട്ടുകൾ നൽകുന്നതിൽ പ്രവർത്തകർ ശ്രദ്ധ പുലർത്തണമെന്നും യോഗം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. പ്രവർത്തകരുടെയും നേതാക്കളുടെയും വസ്ത്രധാരണത്തിലും ഈ ശ്രദ്ധ വേണം. മതസംഘടനകളുടെ പരിപാടികൾക്ക് പോലും അറബി പേരുകൾ ഒഴിവാക്കുമ്പോൾ പാർട്ടി അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. എല്ലാ മതങ്ങളിലുള്ളവരെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു പൊതു സ്വഭാവം നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു.